കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലെൻ ടോക്സിന്റെ ഈ വർഷത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഈ പ്രഭാതത്തിൽ ചില നോമ്പുകാല ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കും. നമുക്കേറെ പരിചയമുള്ള ഒരു വേദപുസ്തക ഭാഗമാണ് ഇത്. പക്ഷപാത രോഗിയെ 4 സുഹൃത്തുക്കൾ ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന് യേശു കർത്താവ് ഇരിക്കുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ആ പക്ഷപാത രോഗിയെ അവന്റെ കിടക്കയോടുകൂടെ ഇറക്കി വെക്കുകയും ആ മനുഷ്യനെ യേശു കർത്താവ് എല്ലാ അർത്ഥത്തിലും സൗഖ്യപ്പെടുത്തി സമൂഹത്തിലേക്ക് പുനഃസ്ഥാപിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി മടക്കി അയക്കുന്ന ഒരു സംഭവമാണ് മർക്കോസ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് 2 നോമ്പുകാല ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിശ്വാസം എന്നത് ഒരു പൊതുവായ ബോധ്യമാണ് എന്നുള്ളതാണ്. ഫെയ്ത്ത് ഈസ് എ കോമൺ കോൺഷ്യസ്നസ്. ഈ 4 മനുഷ്യർ, ഒരുപക്ഷെ ഈ 4 സുഹൃത്തുക്കൾ മാത്രമല്ല, ആ വീടിന്റെ ഉടയവർ, ആ വീടിന്റെ ഉള്ളിൽ കൂടിയിരുന്നവർ, അവരെല്ലാവരും ചേർന്ന് ഒരു സമൂഹമായി ഒരു വിശ്വാസത്തിന്റെ പൊതുബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. പലപ്പോഴും വിശ്വാസം എന്നത് ഞാനും ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ആത്മനിഷ്ഠമായ ഒരു അനുഭവമായി, ഒരു യാഥാർത്ഥ്യമായി, ഒരു ബന്ധമായി മാത്രമാണ് നമ്മൾ വിശ്വാസത്തെ നിർവചിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് വിശ്വാസത്തിന് വ്യവസ്ഥാപിതമായ, ഘടനാപരമായ, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഹിയർ ഫെയ്ത്ത് ഈസ് ബിക്കമിങ് എ സിസ്റ്റം ദാറ്റ് ബ്രിങ് ലിബറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ വൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കത്തക്ക വിധം വിശ്വാസം എന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഒരു പൊതുവായ ബോധ്യമായി, ഒരു പൊതുവായ എത്തിച്ചേരലായി, കൂടിച്ചേരലായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ ചിന്ത അതാണ്. ഫെയ്ത്ത് ഈസ് എ കോമൺ കോൺഷ്യസ്നസ്. ഈ പൊതുബോധം ഈ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് ഇവരിൽ കാണുന്ന വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ഫ്രട്ടേണിറ്റിയാണ്. റാഡിക്കലായിട്ടുള്ള വിപ്ലവാത്മകമായ, സമൂലമായ ഒരു സാഹോദര്യ ബന്ധം. അത് കേവലമായ സൗഹൃദത്തിന്റെ നിർവചനങ്ങളെയും അതിന്റെ അതിരുകളെയും ഒക്കെ അതിജീവിക്കുന്നുണ്ട്. These friends are not meant for partying, for festivities, for celebrations alone. ഇവിടെ സൗഹൃദത്തെ കുറച്ചുകൂടി ആഴമായി, വൈകാരികമായി, പരിണാമാത്മകമായി നിർവചിക്കുകയാണ്. സാഹോദര്യ ബന്ധത്തിലേക്കൊക്കെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു പുതിയ സൗഹൃദ ബന്ധം. ഈ സൗഹൃദ ബന്ധത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് ദീർഘനാളുകളായി കിടക്കയിലായിരിക്കുന്ന, പക്ഷപാത രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. See, a friendship, a fraternity is formed, shaped around a poor man's bed. ഒരു ദരിദ്രനായ മനുഷ്യന്റെ രോഗക്കിടക്കയുടെ ചുറ്റുപാടുകളിൽ രൂപപ്പെടുന്ന ഒരു സൗഹൃദത്തെക്കുറിച്ച്, ഒരു സാഹോദര്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗം നമ്മളോട് പറയുന്നത്. ആ സാഹോദര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദമാണ് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനും തന്റെ മേൽക്കൂര പോലും ഒളിച്ചു മാറ്റി ഈ ബാധിക്കപ്പെട്ട മനുഷ്യനെ യേശുവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് അവന്റെ ജീവിതത്തിന് രൂപാന്തരത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഈ സമൂഹത്തെ, ഈ ഒരു കൂട്ടത്തെ ഒരുക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഒന്ന്, വിശ്വാസം എന്നത് ഒരു പൊതുബോധമാണ്, ഒരു പൊതുവായ ധാരണയാകണം. ആ പൊതുവായ ധാരണയെ നിർണയിക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത് നമ്മൾ തമ്മിലുള്ള വളരെ വിപ്ലവാത്മകമായ സാഹോദര്യ സൗഹൃദ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരാണ്, ബാധിക്കപ്പെട്ടവരാണ്, യുദ്ധത്തിലും ആക്രമണങ്ങളിലും മതപരമായ സംഘർഷങ്ങളിലുമൊക്കെ മുറിവേൽപ്പിക്കപ്പെട്ടവരും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പുറത്താക്കപ്പെട്ടവരുമാണ്. ഇത്തരത്തിലുള്ള ക്രൈസ്തവീയമായ നോമ്പ് അനുഷ്ഠാനത്തിലേക്ക്, ആചരണത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ്
ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ഈ നോമ്പ് നാളുകൾ നമ്മളെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.